ബജറ്റിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാനമായ രണ്ട് നിർദ്ദേശങ്ങളിൽ വകുപ്പ് മന്ത്രിക്ക് അതൃപ്തി. വിദേശ സർവകലാശാല പ്രഖ്യാപനവും അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്താനുള്ള തീരുമാനത്തിലും വകുപ്പിന് അമ്പരപ്പാണ്. സുപ്രധാന നയമാറ്റമായതിനാൽ ചർച്ച വേണമെന്നാണ് വകുപ്പിന്റെ നിലപാട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഈ ബജറ്റിൽ ഏറ്റവും വലിയ നയമാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാനാവുന്നെങ്കിൽ അത് ഈ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിലാണ്. അതിലൊന്നും ഉണ്ടായിരിക്കുന്നത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണോ ഈ പ്രഖ്യാപനങ്ങളൊക്കെയും? വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കോൺക്ലേവ് 2024 മെയ് ജൂൺ മാസങ്ങളിൽ 4 പ്രാദേശിക കോൺക്ലേവുകൾ നടത്തും. ഇതിൻ്റെ ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനായിരിക്കുമെന്നതും ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ SFI ഈ വിഷയത്തിൽ വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാല ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവരുടെ വിയോജിപ്പ്, അവരുടെ ആശങ്ക മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ SFI ഉന്നയിച്ച ആശങ്ക മന്ത്രി ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. മാത്രമല്ല, ഇതൊരു സുപ്രധാനമായ നയപരമായ വിഷയമാണ്. അതിനാൽ തന്നെ ധനമന്ത്രി ഈ ബജറ്റിലൂടെ അവതരിപ്പിച്ചത് ഇതിൻ്റെ ധനപരമായ വിഷയങ്ങൾ മാത്രമാണെന്നും വിശദമായ കൂടിയാലോചന വേണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് മന്ത്രി നടത്തിയത്. കാരണം ധനപരമായ വിഷയം മാത്രമാണ് മന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്, ബജറ്റിലൂടെ പ്രസ്താവിച്ചിട്ടുള്ളത്. മറിച്ചൊരു തീരുമാനമായല്ല ഇത് എടുത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മന്ത്രി ആർ ബിന്ദു നൽകിയിട്ടുള്ളത്. ഏതായാലും പ്രശാന്ത്, സാധാരണ ഒരു ബജറ്റിൽ ആ സർക്കാരിന്റെ നയങ്ങളും ആ സർക്കാരിന്റെ തീരുമാനങ്ങളുമാണല്ലോ ബജറ്റിൽ ഉണ്ടാവുക. ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അത് തീരുമാനമല്ല എന്ന് മന്ത്രി പറയുന്നതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, സാധാരണ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നയമല്ല. പോളിറ്റ് ബ്യൂറോയിൽ വരെ ഇത്തരത്തിൽ ഒരു നീക്കം കേരളത്തിന്റെ ഭാഗത്തുണ്ടായപ്പോൾ വലിയ വിമർശനം നേരിടുകയോ ചെയ്തിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നടപ്പിലാകില്ല എന്നുള്ളതാണോ അതോ വലിയ ചർച്ചകൾക്ക് വീണ്ടും വേദി ഉണ്ടാക്കുമെന്നുള്ളതാണ്? എന്താണ് മനസ്സിലാക്കേണ്ടത്? മന്ത്രി നൽകിയ പ്രസ്താവന അനുസരിച്ച് അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രതികരണം വെച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ, കാരണം വേണ്ടത്ര കൂടിയാലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ എന്ന കാര്യം വളരെ സ്പെസിഫിക്കായി തന്നെയാണ് മാധ്യമപ്രവർത്തകർ മന്ത്രി ആർ ബിന്ദുവിനോട് ചോദിച്ചത്. പക്ഷേ മന്ത്രിയുടെ പ്രതികരണം അത് അത്തരം കൂടിയാലോചന നടത്തിയത് അല്ലെങ്കിൽ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തിയത് എന്നതല്ല. മറിച്ച് മന്ത്രി നൽകിയ പ്രതികരണം അത് ഇപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്ന പ്രതികരണമാണ്. അതായത് ഒരു സംശയത്തിന് ഇട നൽകാത്ത രീതിയിലുള്ള പ്രതികരണം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ നൽകാമായിരുന്നു. അതല്ല ഉണ്ടായത്. അക്കാര്യങ്ങൾ പരസ്യമായി താൻ ഇപ്പോൾ പറയാൻ തയ്യാറല്ല എന്ന പ്രതികരണം, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. ഒപ്പം തന്നെ SFI ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആശങ്ക അത് ശരിവയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്, അത് പരിഹരിക്കേണ്ടതല്ല, അത്തരം ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് തന്നെയാണ് എന്നത് ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ആർ ബിന്ദു സംസാരിച്ചത്. അതായത് ഈ വിഷയത്തിൽ ഒരു നയപരമായ പ്രശ്നമുണ്ട് എന്നത് തന്നെയാണ്. കാരണം വിദേശ സർവകലാശാലയുമായി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒരു നയപരമായ തീരുമാനം അല്ലെങ്കിൽ മേജർ പോളിസി ഷിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തന്നെ ഉണ്ട് എന്നത് വേണം ഈ പ്രതികരണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്നാലും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, SFI കഴിഞ്ഞ ദിവസം ഇതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. SFIയുടെ എതിർപ്പ് അത് അവർ മുന്നോട്ട് വയ്ക്കും, സർക്കാരിനോടും ഒപ്പം തന്നെ മുന്നണിയോടുമൊക്കെ ആ എതിർപ്പ് പറയുമെന്നുള്ള കാര്യം അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിൽ തന്നെയുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്.